അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബഅദ്. ലോക ജനതയുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ജീവിത ചരിത്രമാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ഈ ചരിത്രാവതരണത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോകുന്നുവെങ്കിൽ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പുറത്തു നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന മകൾ. ആ പേര് കേൾക്കുമ്പോൾ സത്യവിശ്വാസിയുടെ മനസ്സിൽ കാരുണ്യത്തിന്റെ നീരുറവ പൊട്ടിയൊഴുകും. ആ പേര് പറയുമ്പോൾ മനസ്സിൽ ആഹ്ലാദം നിറയും. അവരുടെ ചരിത്രം ആരെയാണ് രോമാഞ്ചം കൊള്ളിക്കാത്തത്? അവരുടെ പേര് പറയുന്നത് അനുഗ്രഹമാണ്. അവരെ സ്നേഹിക്കാൻ കഴിയുന്നത് സൗഭാഗ്യമാണ്. അവരുടെ ചരിത്രം പറയുന്നത് പുണ്യമാണ്. ആ അനുഗ്രഹവും സൗഭാഗ്യവും പുണ്യവും നമുക്കും വേണം. അവ നേടാൻ നമുക്ക് ചരിത്രം പറയാം. ചരിത്രം പറയുന്നതിനിടയിൽ നമുക്ക് അവരുടെ പേര് ധാരാളമായി പറയാം. അങ്ങനെ നമ്മുടെ മനസ്സിൽ അവരോടുള്ള സ്നേഹം നിറയട്ടെ. ആരാണ് ഫാത്തിമ? ഒരൊറ്റ ഹദീസ് മതി അവരുടെ മഹത്വം മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മലക്ക് ഇറങ്ങി വന്നു, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിക്കുന്ന സകല സ്ത്രീകളും അവിടത്തെ നേതാവിനെ കുറിച്ച് അറിയണ്ടേ? മനുഷ്യവർഗത്തിലെ ഏറ്റവും അനുഗ്രഹീതൻ ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ പിതാവ്. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആ ബീവിയാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മാതാവ്. സ്വർഗത്തിലെ യുവാക്കൾക്ക് രണ്ട് നേതാക്കന്മാരുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇരുവരുടെയും മാതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ നേതാവാണ് ഫാത്തിമ ബീവിയുടെ പ്രിയ ഭർത്താവ്. ഇപ്പറഞ്ഞതെല്ലാം ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മഹത്വങ്ങളാണ്. അഹ്ലുബൈത്തിന്റെ കണ്ണികൾ അവരിലൂടെയാണ് കടന്നു വരുന്നത്. അഹ്ലുബൈത്തിന്റെ ശാഖകളും ഉപശാഖകളും ലോകമെങ്ങും വ്യാപിച്ചു. സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ പരമ്പര പരിശോധിച്ചാൽ നമുക്കെന്താണ് മനസ്സിലാവുക? അദ്ദേഹം രണ്ടാലൊരു പരമ്പരയിൽപ്പെട്ടതാണെന്ന് മനസ്സിലാവും. ഒന്നുകിൽ ഹസനി പരമ്പര, അല്ലെങ്കിൽ ഹുസൈനി പരമ്പര. ആദ്യത്തേത് ഹസൻ റളിയല്ലാഹു അൻഹുവിലും രണ്ടാമത്തേത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലും ചെന്നെത്തുന്നു. ഇവർ രണ്ടുപേരും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ മക്കളാണല്ലോ. ഇവരുടെ പിതാവ് അലി റളിയല്ലാഹു അൻഹു. അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോൾ നാം ഫാത്തിമ റളിയല്ലാഹു അൻഹായെ ഓർത്തുപോകുന്നു. അഹ്ലുബൈത്തിന്റെ മാതാവാണവർ. തുരീഖത്തിന്റെ പരമ്പരകളും ചെന്നെത്തുന്നത് അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരിലൂടെയാണ് അതും ചെന്നെത്തുന്നത്. അറിവിന്റെ കേദാരമാണല്ലോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഞാൻ ഇൽമിന്റെ പട്ടണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ പട്ടണത്തിലേക്കുള്ള കവാടം അലി റളിയല്ലാഹു അൻഹു ആണെന്നും അവിടെന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നു ചെന്നാൽ മാത്രം ലഭിക്കുന്ന അമൂല്യമായ വിജ്ഞാനത്തിന്റെ മഹാശേഖരമുണ്ട്. ആ ശേഖരത്തിൽ നിന്നൊരൽപ്പം കിട്ടാൻ വേണ്ടിയാണ് ത്വരീഖത്തിന്റെ മശായിഖന്മാർ കഠിനാധ്വാനം ചെയ്യുന്നത്. വിജ്ഞാനത്തിന്റെ ഉറവിടമായി മശായിഖന്മാർ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരെ കാണുന്നു. ഇവർക്കു വേണ്ടി എല്ലാ ദിവസവും ഫാത്തിഹയോതി ഹദിയ ചെയ്യുന്നു. ലക്ഷക്കണക്കായ കോടിക്കണക്കായ ഫാത്തിഹകൾ ഓരോ ദിവസവും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവർ വഫാത്തായ കാലം മുതൽ സത്യവിശ്വാസികൾ ഈ ഹദിയ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നോർക്കുക. ഓരോ ദിവസവും കഴിയുന്തോറും അവരുടെ പദവികൾ ഉയർന്നു കൊണ്ടിരിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ പേരിന്റെ പുതുമ ഇന്നും നിലനിൽക്കുന്നു. ഒരു കാലത്തും മങ്ങലേൽക്കാത്ത പേര്. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. നബി കുടുംബം എന്ന് കേൾക്കുമ്പോൾ ഇവരെയാണ് നാം ആദ്യം ഓർക്കുക. നബി കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തിയാണ് നാം പലപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നത്. എല്ലാ ദുആകളിലും തുടക്കത്തിലും അവസാനത്തിലും സ്വലാത്ത് ചൊല്ലാറുണ്ട്. കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തിയ സ്വലാത്ത്. നബി കുടുംബത്തെ ഓർമ്മിപ്പിക്കുന്ന അനേകം സന്ദർഭങ്ങൾ ഓരോ ദിവസത്തിലും നമുക്കുണ്ടാവാറുണ്ട്. നാം അവരെ ഓർക്കണം. ആ ഓർമ്മകൾ നമ്മെ നന്മയിലേക്ക് നയിക്കും. നബി കുടുംബത്തെ സ്നേഹിക്കുമ്പോൾ വാസ്തവത്തിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത്.
അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതും ആ സ്നേഹത്തെയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ മഹത്വങ്ങളാണ് പറഞ്ഞു വന്നത്. അവ പറഞ്ഞാൽ തീരില്ല. അവ വേണ്ട പോലെ പറഞ്ഞു ഫലിപ്പിക്കാൻ ഇന്നാർക്കാണ് കഴിയുക? അവർ ജനിച്ച കാലഘട്ടം ഒന്നോർക്കണം. അന്നത്തെ മക്കയിലെ സാമൂഹിക പരിസ്ഥിതി മനസ്സിലാക്കണം. കുടുംബ പശ്ചാത്തലം അറിയണം. അപ്പോഴാണ് അവരുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം അറിയുക. ഫാത്തിമ ബീവിയെ കുറിച്ച് രചിക്കപ്പെട്ട കവിതകൾക്കുണ്ടോ വല്ല കണക്കും? ഉപ്പാക്കും മകൾക്കുമിടയിൽ നിലനിന്ന സ്നേഹം അത്ഭുതത്തോടെ കൂടിയല്ലാതെ അത് വർണ്ണിക്കാനാവില്ല. ആ സ്നേഹത്തെക്കുറിച്ച് അതിമനോഹരമായ കവിതകൾ വിരിഞ്ഞു. മലയാള ഭാഷയിൽ പോലും പാട്ടുകൾ എത്ര രചിക്കപ്പെട്ടു, കഥകൾ എത്ര പറയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന മകളുടെ ജീവിതത്തിലേക്ക് വിനയപൂർവ്വം നമുക്ക് കടന്നു ചെല്ലാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് കേൾക്കാനും അതെനിക്ക് പറയാനും നാഥൻ തൗഫീക്ക് നൽകട്ടെ. മക്കയിലൊരു വെള്ളപ്പൊക്കമുണ്ടായി. മലകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു വന്നു. കഅബാലയത്തിന് ചുറ്റും പ്രളയം. മക്കയിൽ നടന്ന വലിയ അത്യാഹിതം. വീടുകൾ നിലംപൊത്തി. പ്രളയത്തിൽ കഅബ ഷരീഫിനും കേടുപറ്റി. മക്കക്കാരെല്ലാം കഅബാലയത്തിന് ചുറ്റും ഒത്തുകൂടി കേടുപാടുകൾ തീർക്കണം. ചിലർ പറഞ്ഞു പുതുക്കി പണിയണം, വേറെ ചിലർ അങ്ങനെയും പറഞ്ഞു. ഏതിനും കാണും അഭിപ്രായ വ്യത്യാസങ്ങൾ. ചർച്ചയ്ക്കൊടുവിൽ തീരുമാനവും വന്നു, കഅബ പുതുക്കി പണിയണം. ഖുറൈശി ഗോത്രത്തിലെ ഓരോ വീട്ടുകാരും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കണം. പുനരുദ്ധാരണത്തിന് ഫണ്ട് രൂപീകരിച്ചു. ചുമരുകൾ പൊളിച്ചു നീക്കിപ്പണിതു തുടങ്ങി. എല്ലാവരും സജീവം. കാഴ്ചക്കാർ ധാരാളം. പുണ്യഭവനം കെട്ടുകയല്ലേ? ചുമരുയർന്നു. ഹജറുൽ അസ്വദ് വെക്കേണ്ട ഘട്ടമായി. ആ കർമ്മം ആര് നിർവഹിക്കും? ചോദ്യമുയർന്നു. തർക്കവും തുടങ്ങി. ആ അവകാശം ആർക്കും വിട്ടുകൊടുക്കാനാവില്ല. വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ ഈ അവകാശം. തർക്കം മൂത്തു. തർക്കം മൂത്താൽ അറബികൾ ആയുധമെടുക്കും. അതുകൊണ്ട് തർക്കം വേണ്ട. പരിഹാരമല്ലാത്ത പ്രശ്നമുണ്ടോ? പ്രശ്നത്തിന് പരിഹാരമുണ്ടോ എന്നാരായാൻ ചർച്ച. വളരെ നേരമായിട്ടും പ്രശ്നപരിഹാരം കണ്ടെത്തിയില്ല. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ നിർദ്ദേശിച്ചു, നോക്കൂ, അബൂ ഉമയ്യത്തിന് നോക്കൂ. നമുക്കിടയിലെ ഏറ്റവും പ്രായമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു തീരുമാനം പറയട്ടെ, നമുക്കത് അംഗീകരിക്കാം. ആ നിർദ്ദേശം എല്ലാവരും സ്വീകരിച്ചു. അബൂ ഉമയ്യ അദ്ദേഹം സദസ്സിന്റെ ശ്രദ്ധാ കേന്ദ്രമായി. ചിലരോടൊക്കെ രഹസ്യ സംഭാഷണം നടത്തി. അവസാനം ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഇങ്ങോട്ട് ആദ്യം കടന്നു വരുന്ന ആളെ നമുക്ക് മധ്യസ്ഥനാക്കാം. അദ്ദേഹം പറയുന്ന തീരുമാനം സ്വീകരിക്കാം. ആ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു. ഒരാൾ വരണം. എല്ലാവരും കാത്തിരിക്കുകയാണ്. അതാ വരുന്നു ഒരാൾ. ആകാംക്ഷയോടെ നോക്കി. അൽ അമീൻ അടുത്തെത്തി. എല്ലാവരും ചുറ്റും കൂടി. അബൂ ഉമയ്യ തീരുമാനം അറിയിച്ചു. അൽ അമീൻ അല്പനേരം ചിന്തിച്ചു. തന്റെ മേൽമുണ്ട് നിലത്തി വിരിച്ചു. ഹജറുൽ അസ്വദ് അതിലെടുത്തു വെച്ചു. ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ നേതാവിന് വീതം വിളിച്ചു. മേൽമുണ്ട് ഉയർത്താൻ പറഞ്ഞു. എല്ലാവരും കൂടി ഉയർത്തി. ആവശ്യമായ ഉയരമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ അന്നത്തെ അൽ അമീൻ തന്നെ ഹജറുൽ അസ്വദ് നീക്കിവെച്ചു. എല്ലാവർക്കും ആശ്വാസം. അങ്ങനെ ഒരു കലാപം നീങ്ങിപ്പോയി. ഈ സംഭവം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സ് പ്രായം. ഈ 35-ാം വയസ്സിലാണ് ഓമന മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ജനിക്കുന്നതും. രണ്ടും അവിസ്മരണീയമായ സംഭവങ്ങൾ തന്നെ. ഹജറുൽ അസ്വദ് വെക്കുന്ന കാര്യം ഒരു വൻ വിപത്തായി മാറുമെന്ന് ഭയന്ന നാളുകൾ മക്കയിലുടനീളം ഉത്കണ്ഠയായിരുന്നു. രക്തച്ചൊരിച്ചലുണ്ടാകുമെന്ന് ഭയന്ന കാലം. ഓരോ വീട്ടിലും വാശി മൂത്തുവന്നു. ഉത്കണ്ഠയും ആ ഉത്കണ്ഠയാണ് അൽ അമീൻ നീക്കിക്കളഞ്ഞത്. ഇത് അൽ അമീന്റെ പേരും പെരുമയും വർദ്ധിപ്പിച്ചു. വ്യക്തിത്വത്തിന്റെ തിളക്കം കൂട്ടി. കുഞ്ഞിന്റെ ജനനം അൽ അമീനെ കോരിത്തെരിപ്പിച്ചു. വീട്ടിൽ ആഹ്ലാദം അലതല്ലി. മക്കയിലെ കുലീന വനിതയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ധനികയായ കച്ചവടക്കാരി, അശരണരുടെയും അഗതികളുടെയും അഭയകേന്ദ്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെ വിവാഹം കഴിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ജനിച്ച ആൺകുട്ടികളെല്ലാം മരണപ്പെട്ടു. പെൺകുട്ടികൾ ബാക്കിയായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മെല്ലെ മെല്ലെ വളരുകയാണ്. മാതാപിതാക്കളുടെ ഓമന മകൾ. എടുത്താലും ഓമനിച്ചാലും മതിവരില്ല. നല്ല അഴകുള്ള കുട്ടി, ചുറുചുറുക്കുള്ള പൊന്നുമോൾ, ബുദ്ധിമതി. ആ കളിയും ചിരിയും വീട്ടിലാകെ സന്തോഷം പരത്തി. വാത്സല്യത്തിന്റെ നിറകുടമായ ഉമ്മ. കളിക്കൂട്ടുകാരികളെ പോലെ 3 ഇത്താത്തമാർ. സൈനബ ഇത്താത്ത, റുഖയ്യ ഇത്താത്ത, ഉമ്മു കുൽസൂം ഇത്താത്ത. ഏറ്റവും ഇളയവളാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹും. നല്ല ചുണയും ചുറുക്കുമുള്ള ഇത്താത്തമാർ. അവർ കൊച്ചനുജത്തിയെ മാറി മാറി എടുത്തോമനിച്ചു. എല്ലാവരും ഒന്നിച്ചിരുന്ന് കളിക്കും, ഹരം പിടിച്ചു ചിരിക്കും, കഥ പറഞ്ഞ് രസിക്കും. വീട്ടിലെന്നും വിരുന്നുകാർ. അടുക്കള എപ്പോഴും സജീവം. ഉപ്പാക്ക് മോളോട് എന്തെന്നില്ലാത്ത വാത്സല്യം. മോൾക്കാണെങ്കിൽ ഉപ്പ അടുത്ത് തന്നെ വേണം. മോൾക്ക് വയസ്സ് 4ആയി.
ഉപ്പയെ എപ്പോഴും കിട്ടാതെയായി. ചില ദിവസങ്ങളിൽ ഉപ്പായെ കാണുകയേയില്ല. രാത്രിയിൽ ഉമ്മായുടെ കൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉപ്പായെ ഓർക്കും. കാത്തിരിക്കെ ഉപ്പായെത്തും. മോളെ കോരിയെടുക്കും, മുത്തം നൽകും. ഉപ്പായും സ്നേഹം കവിഞ്ഞൊഴുകും. അത് കാണുമ്പോൾ ഉമ്മായുടെ മനസ്സ് ആഹ്ലാദം കൊണ്ട് നിറയും.